ടു മാസ് റേഷ്യോ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മാസിനെ കുറിച്ച് അന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചാർജ് ടു മാസ് റേഷ്യോ ജെ തോംസൺ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അദ്ദേഹം ഡിസ്ചാർജ് റേറ്റ് ട്യൂബ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ചാർജ് ടു മാസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്. ഈ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ചാർജ് ടു മാസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? കാത്തോഡ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് കാത്തോഡാണ്, അതുപോലെ ഇത് ആനോഡാണ്. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് കാണാം. ഇതാണ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതിന് നോർത്ത് പോൾ ഇവിടെയാണ്, സൗത്ത് പോൾ ഇവിടെയാണ്. ഹോഴ്സ് ഷൂ എന്ന് പറയുമ്പോൾ ഹോഴ്സിൻ്റെ ഷൂ ഷേപ്പ്, അതിൻ്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രിക് ഫീൽഡും കാണാം. ഇതിന് ഈ മാഗ്നറ്റിന് പെർപെൻഡിക്കുലറായിട്ട് എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാത്തോഡ് റേ പാർട്ടിക്കിൾസിനെ ഡയറക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാത്തോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കാത്തോഡ് റേ പാർട്ടിക്കിൾസ് എ എന്ന സ്പോട്ടിൽ പോയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ കാത്തോഡ് റേ പാർട്ടിക്കിൾസ് എവിടെ പോയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? എ എന്ന സ്പോട്ടിൽ പോയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഇലക്ട്രോ റേ പാർട്ടിക്കിൾസ് സി എന്ന സ്പോട്ടിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി രണ്ടും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന സ്പോട്ടിൽ ഡിഫ്ലക്റ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പം ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണെങ്കിൽ കാത്തോഡ് റേ പാർട്ടിക്കിൾസ് എ എന്ന സ്പോട്ടിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണെങ്കിൽ സി എന്ന സ്പോട്ടിലായിരിക്കും. രണ്ടും ബാലൻസ് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ബാലൻസ് ചെയ്തിട്ടാണെങ്കിൽ ബി എന്ന സ്പോട്ടിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം ചാർജ് ടു മാസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് E/m റേഷ്യോ എന്ന് പറയുന്നത്. ചാർജ് ടു മാസ് റേഷ്യോ 1.758820 × 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതാണ് ചാർജ് ടു മാസ് റേഷ്യോ, ഇലക്ട്രോണിൻ്റെ ചാർജും മാസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ മാത്രമേ അറിയുള്ളൂ അല്ലേ? ചാർജ് അറിയില്ല, മാസ് അറിയില്ല. അപ്പോൾ നമുക്ക് ചാർജ് കൊണ്ട് ഇലക്ട്രോൺ എന്താ വരുവാന്ന് നോക്കാം. ആർ.എ. മുള്ളിക്കൻ എന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് പറഞ്ഞത്. ഇദ്ദേഹം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇദ്ദേഹം ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്താണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? 1.6 × 10⁻⁻19 കൂളോ ആണെന്നാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ചാർജിൻ്റെ വാല്യൂയും ചാർജ് ടു മാസ് റേഷ്യോയും വെച്ചിട്ട് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ജെ തോംസൺ കണ്ടുപിടിച്ച ആ E/m റേഷ്യോ ഇല്ലേ, ചാർജ് ടു മാസ് റേഷ്യോ, ആ റേഷ്യോയും പിന്നെ ആർ.എ. മുള്ളിക്കൻ കണ്ടുപിടിച്ചിട്ടുള്ള ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ചാർജ് ഓഫ് ഇലക്ട്രോൺസ്, ഇത് രണ്ടും വെച്ചിട്ട് മാസ് ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എന്താ വരിക? മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ E/m റേഷ്യോ ആണ്, ചാർജ് ടു മാസ് റേഷ്യോ ആണ്. അപ്പോൾ അതിനെ രണ്ടിനും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ കിട്ടും. അത് എത്ര വരിക? 9.1094 × 10⁻31 കിലോഗ്രാം. മനസ്സിലായല്ലോ? അപ്പോൾ ആർ.എ. മുള്ളിക്കനാണ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ചാർജ് ഓഫ് ഇലക്ട്രോൺ അദ്ദേഹം തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെക്കണം. അപ്പോൾ എത്രയാണ് ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത്? എത്രയാണ് വരിക? 1.758820 × 10⁻11 കൂളം പെർ കിലോഗ്രാം ആണ്. അതുപോലെ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം ആണ്. അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1094 × 10⁻31 കിലോഗ്രാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, പ്രോബ്ലംസൊക്കെ ചോദിക്കും.